അപ്പൊ ഈ ഒരു മെഷീനാണ്, ഈ ഒരു ടെക്നോളജിയിലാണ് നമ്മളിപ്പോൾ കാണുന്നത്, ഈ മരക്ക് ഓരോ ഡിസൈനും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടുന്ന് കൊടുക്കുമ്പോഴേക്ക് ഇവിടെ കമ്പ്യൂട്ടർ വർക്ക് ആയിട്ടാ. അപ്പൊ ഈ കാണുന്ന ഡിസൈൻ ഒക്കെ ഇവിടെ ചെയ്ത കേട്ടോ. ഇത് ഈ ഗണപതിന്റെ സംഭവം, ഗണപതി നമുക്ക് പൂജാ ഡോറിന് വേണ്ടിട്ട് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടാണ്. ലായിലാഹ ഇല്ലല്ല എന്നുള്ളൊരു വേർഡിങ്സ്, അതായത് നമ്മൾ നിസ്കരിക്കാനൊക്കെ റൂമിനായിട്ട് ഒരു ഡിസൈൻ ചെയ്ത ഒരു ഐറ്റം ആണ്. പെർഫെക്റ്റ്. ഓക്കെ, നമ്മുടെ ചാനലിന്റെ പേര് അടിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഈ കിടത്തുന്ന സെറ്റപ്പാണ് ഈ കാണുന്ന പ്ലേറ്റും കാര്യങ്ങളല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മോഡൽ ഡിസൈനുകൾ, മരത്തിൽ ചെയ്ത ഡിസൈൻ ലോകത്ത് എവിടെ അയച്ചാലാണ് നമ്മുടെ ഘോഷ് പ്രോ പറയുന്നത്. ഇതുപോലുള്ള അടിപൊളി നമ്മളെ ചാനലിന്റെ ഇതുപോലെ എന്ത് സാധനം വേണമെങ്കിലും ഘോഷ് പ്രോ നമ്പറേ വാങ്ങി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എറണാകുളത്തുണ്ടായത്, എറണാകുളത്ത് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തതിന് ശേഷം പാലക്കാടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ പാലക്കാടത്തെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ വീട് പണിയൊക്കെ നടത്തുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ്. അതായത് നമ്മൾ ഈ ആശാരിപ്പണിക്ക് നമ്മുടെ വുഡ് കാർവിങ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടാണ് ഈ ആശാരിമാരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താ പറയുക, എൻഗ്രേവിങ്, അത് കട്ടിങ് കാര്യങ്ങളൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാഗിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വുഡ്പെക്കർ ഡിസൈൻ, ഒരു ഡിസൈൻ. അപ്പോൾ അവരുടെ ക്യാപ്ഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു സ്ഥാപനം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ വിഷ്ണു ഭായിയാണ്. വിഷ്ണു നമ്മൾ കഴിഞ്ഞ ഒരു എന്താ പറയുക കാറിൻ്റെ ഒക്കെ വീഡിയോസിലൊക്കെ വന്നിട്ട് 10-26 ലക്ഷം വ്യൂസ് ഒക്കെ ഇട്ടൊരു വീഡിയോ അത്. അപ്പോൾ വിഷ്ണു നമ്മുടെ കൂടെയുണ്ട്. വിഷ്ണു, നമ്മൾ ഈ ഒരു സ്ഥാപനം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? എല്ലാവർക്കും പാലക്കാട് പറഞ്ഞ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാപനമാണ് പഴയ നൂർജഹാൻ ഹോട്ടൽ. നൂർജഹാൻ ഹോട്ടൽ കേട്ടിട്ടുണ്ട്. ബിരിയാണിയൊക്കെ ഭയങ്കര നമ്മുടെ മലബാർ ബിരിയാണി കിട്ടുന്ന ഹോട്ടൽ. നൂർജഹാൻ ഹോട്ടലിന്റെ തൊട്ട് ബാക്കിൽ തന്നെയായി വരുന്ന സ്ഥാപനം അല്ലേ. ഈ നമ്മൾ ഈ വുഡ്പെക്കർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവർ മെയിനായിട്ട് കട്ടിങ്, എൻഗ്രേവിങ്, അത് മരം ഏത് ഡിസൈനാണ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരും ഫോട്ടോ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തു അത് രീതിയിലാക്കി. അത് നമ്മൾ കമ്പ്യൂട്ടർ ഡിസൈൻ വെച്ചിട്ട് ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ബാക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുമ്പോൾ ഒരു നോക്കി ഈ സംഭവമൊക്കെ കമ്പ്യൂട്ടർ ഈ കാണുന്ന മെഷീനിൽ ആ കാര്യം നമുക്ക് അതിൻ്റെ ഓണറോട് ഘോഷനോട് ചോദിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കാണുന്ന ഡിസൈനൊക്കെ ഇവിടെ ചെയ്ത കേട്ടോ. നമ്മൾ വീട് പണിക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഈ ഗണപതിനൊക്കെ കാണുന്നുണ്ട്, പിന്നെ ഒരുപാട് ഡിസൈൻസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ഓണർ ജസ്റ്റ് നിങ്ങളുടെ സുഹൃത്താന്ന് പറഞ്ഞല്ലേ? വർഷങ്ങളായിട്ടുള്ള സുഹൃത്താണ്. അപ്പോൾ പുള്ളിക്കാരോട് ചോദിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ടെക്നോളജി പരമായിട്ട് എന്താ പറയുക കാര്യങ്ങൾ ഇവിടെ ചെയ്ത് ചോദിച്ചോക്കാല്ലേ. ജസ്റ്റ് നമുക്ക് ഓണറെ പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഘോഷ് പ്രോ അല്ലേ? ഘോഷ് പ്രോ നമസ്കാരം. ഓക്കെ ഓക്കെ. അപ്പോൾ വിഷ്ണുവിന്റെ സുഹൃത്താണ് ഘോഷ് പ്രോ പറയുണ്ടായി. കൊറോണ ആയിട്ട് ക്ഷയിക്കാൻ വരാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഈ ഒരു നമ്മുടെ എന്താ പറയുക വുഡ്പെക്കർ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷങ്ങളായി? വുഡ്പെക്കർ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ മരം കൊത്തി എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. മരം കൊത്തി. അതെ, മരം കൊത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ CNC ഉപയോഗിച്ച് മരം കൊത്തി ജീവിക്കുന്ന ആൾക്കാരാണ്. അത് തന്നെയാണ് വുഡ്പെക്കർ. എത്ര വർഷം തുടങ്ങിയിട്ട്? 2012 ജസ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്തു. 2013 ഏപ്രിൽ 14 നമ്മളുടെ തുടക്കം. 9 വർഷത്തോളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് 3 ബ്രാഞ്ചാണ് ഉള്ളത്. ഒന്ന് കൊച്ചിയിലുണ്ട്, അത് മേക്കർ എന്നുള്ള പേരിലാണ്. ഞാനും എന്റെ ഫ്രണ്ട്, എന്റെ എഞ്ചിനീയറിംഗ് ഫ്രണ്ട് കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. കൊച്ചിയില് EMC വൈറ്റ്ല. അത് കുറച്ചുകൂടെ വലിയ മെഷീൻസ് ആണ്. അവിടെ 4 ടൈപ്പ് മെഷീൻസ് ഉണ്ട്. നമുക്ക് ഇതിപ്പോ വുഡ് കട്ടിംഗ് അതാണ് വരുന്നത്. അവിടെ പ്ലാസ്റ്റിക് കട്ടിംഗ്, മെറ്റൽ മാർക്കിംഗ്, ഈ ഐഫോണിലും ഇതിലൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെയുള്ള എല്ലാ കംപ്ലീറ്റ് ഐറ്റംസും കംപ്ലീറ്റ് സെറ്റും നമ്മൾ ചൈനക്കാരെ പോയി പറ്റിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് വിഷ്ണു പറയുകയുണ്ടായി ഇവിടെ മെയിനായിട്ട് മരത്തിന്റെയും അതൊക്കെ നമ്മള് പ്ലൈവുഡ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോരും, ഉള്ളിലേക്ക് മെഷീനും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിട്ട് എന്തൊക്കെ വർക്കുകളാണ് ഇവിടെ ചെയ്യുന്ന കാര്യം ഡീറ്റെയിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ പുറത്ത് ഒരുപാട് ഐറ്റംസ് കാണുന്നത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ നമുക്ക് തുടങ്ങാം. ഇതൊക്കെയാണെങ്കിൽ എന്താ പറ്റില്ല? ഇത് PVC ഷീറ്റ് ആണ്. ഇതിന്റെ മൾട്ടിവുഡ് എന്ന് ആൾക്കാർ പറയാറുണ്ട്. അല്ലെങ്കിൽ ബേസിക്കലി ഇത് PVC കംപ്രസ് ഷീറ്റ് ആണ്. ഇത് നമുക്ക് വാട്ടർ പ്രൂഫ് ആണ്. ഈ മെറ്റീരിയൽ നമുക്കത് ഭയങ്കര ഹെവി ഡ്യൂറബിൾ ആണ്. പല തിക്നെസ്സിലും വരുന്നുണ്ട്. 8mm, 10mm, 12mm, 18mm എന്നുള്ള തിക്നെസ്സിൽ വരുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് പാർട്ടീഷൻ പാനലായിട്ടും എവിടെയെങ്കിലും വെള്ളം തട്ടുന്ന ഏരിയയിലേക്കൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. ഇത് ഈ ഗണപതിന്റെ സംഭവം. ഈ ഗണപതി നമുക്ക് പൂജാ ഡോറിന് വേണ്ടിയിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് 18mm മൾട്ടിവുഡിലാണ് ചെയ്തിരിക്കുന്നത്. PVC ഷീറ്റിലാണ് അതിലാണ് ചെയ്തിരിക്കുന്നത്. എത്ര വർഷം വരെ നമുക്ക് ഇത് കിട്ടുമെന്ന് പറയുന്നത്? സെയിം നമ്മുടെ PVC പൈപ്പിന്റെ അതേ ഡ്യൂറബിലിറ്റിയാണ് ഇത് കമ്പനി പ്രോമിസ് ചെയ്യുന്നത്. സോ അപ് ടു എത്രത്തോളം ഒരു 30 years അങ്ങനെയുള്ള ഒരു ഡീഗ്രഡേഷൻ ടൈം എന്ന് പറയാനില്ല. എക്സ്റ്റീരിയർ പ്രൂഫാണ്, വെതർ പ്രൂഫാണ്, പ്ലാസ്റ്റിക് തന്നെയാണല്ലോ, ഡ്യൂറബിൾ തന്നെയാണ്. അപ്പൊ ഡ്യൂറബിലിറ്റിയുടെ ഒരു പ്രശ്നമില്ല. അടുത്തൊരു ഭയങ്കര എന്തോ ഒരു വലിയ ബോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും സംഭവം ഇത് എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കായിട്ട് നാളെ നമാസ് റൂമിലേക്ക്
ചെയ്യാനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളൊരു വേർഡിങ്സ് നിസ്കരിക്കാനൊക്കെ റൂമിനായിട്ട് ഒരു ഡിസൈൻ ചെയ്ത ഒരു ഐറ്റം ആണ്. ഇതൊക്കെ ഉണ്ട് ലാഹിലാ ഇല്ല നമ്മളെ നിസ്കരിക്കുന്ന റൂമിലൊക്കെ വെക്കാൻ ഇത് സെയിം ആ പറഞ്ഞ നമ്മുടെ ആ കാറ്റഗറിയിൽ തന്നെ വരുന്ന മൾട്ടിവുഡ് PVC ഷീറ്റ് തന്നെയാണ്. എത്ര mm ഇത് 18 mm ആണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് നമ്മളുടെ കട്ടിംഗ് ആൻഡ് എൻഗ്രേവിംഗ് 2 വർക്കും ഇവിടെ കാണാൻ പറ്റും. ഒന്ന് ഈ കാണുന്ന സ്കൂപ്പ് ചെയ്ത് കട്ട് ചെയ്തിരിക്കുന്ന ഇതാണ്. ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ ഇത് കണ്ടില്ലേ എൻഗ്രേവിംഗ് ലൈൻസ് ഇതിൽ കൂടെ പോയിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതിനെ എൻഗ്രേവ് ചെയ്തിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ പല ഫിനിഷസ് നമുക്ക് ചെയ്യാം. ഇത് വുഡൻ ഫിനിഷ് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സ്പ്രേ പെയിന്റ് ചെയ്യാം. എന്ത് പെയിന്റബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ പോളിഷ് ചെയ്തെടുക്കാം. കാണുമ്പോൾ എന്താ ഭംഗി. ഇത് ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി എത്ര മണിക്കൂർ? എനിക്ക് കറക്റ്റ് ആയിട്ട് പറയണ വെച്ചാൽ 8 മണിക്കൂറാണ് ഇതിൽ എടുത്തത്. 8 മണിക്കൂറുകൊണ്ടാണ് ഈ ഒരു സംഭവം. ശരിക്കും ഒരു എന്താ പറയാ കൈപ്പണിയാണെങ്കിൽ 8 കൊല്ലം കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും കൈ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ സാധ്യത നമ്മൾ ഇതിലേക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അതെ, അത് തന്നെയാണ് വുഡ്പെക്കറിന്റെ ടാഗ് ലൈനും. അത് തന്നെയാണ് ഡിസൈൻ യുവർ ഡിസയർ എന്നാണ് എന്റെ ടാഗ് ലൈൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഡിസൈൻ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2-3 ഐറ്റംസ് കണ്ടു കഴിഞ്ഞു. ഇപ്പുറത്തും കുറച്ച് മോഡൽസ് കാണുന്നത്. അതിന് ശേഷം നമുക്ക് ഈ പ്രൊഡക്ഷനിലേക്ക് പോയി നോക്കാം. ഇതും ഒരു അത്യാവശ്യം നല്ല മരത്തിന്റെ ഡിസൈൻ കാണുന്നത് ചെറുത്. ഇതൊക്കെ ഒരു മോഡൽ XPL ഷീറ്റ് എന്നുള്ള ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് ഗേറ്റിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതും വാട്ടർ പ്രൂഫ് ആണ്. ഇത് ഇരുമ്പല്ല, ഒരു സെല്ലുലോസ് ആണ്. ഏകദേശം നമ്മുടെ ഒരു ഹൈലാം ആ ഒരു ഗ്രേഡിൽ വരുന്ന മെറ്റീരിയൽ ആണല്ലേ. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് പല അളവ് ചെയ്യാം. ഇതൊക്കെയാണ് മരത്തിലല്ലേ? ഇത് വുഡിൽ എൻഗ്രേവ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ഫ്ലവർ എൻഗ്രേവ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊരു പൂക്കൾ ഡിസൈൻ ആണ്. നല്ല അടിപൊളി മരത്തിൽ പൂക്കൾ ഡിസൈൻ ചെയ്ത് നമുക്കൊരു കാര്യം ചെയ്ത് വെക്കാം. കുറച്ച് മോഡൽസ് ഒക്കെ നമ്മൾ പുറത്ത് കണ്ടു കഴിഞ്ഞു. നമുക്കൊരു കാര്യം ഉള്ളിലേക്ക് പോയിട്ട് ആ മെഷീനും അതിന്റെ ബാക്കി പ്രൊസീജിങ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടാം അല്ലേ? തീർച്ചയായിട്ടും വെൽക്കം. ഓക്കെ. അപ്പൊ ഘോഷ് ഈ കാണുന്ന നിങ്ങളുടെ മെഷീൻ അല്ലേ? അതെ, ഇതാണ് മെഷീൻ. ഇതാണ് CNC മെഷീൻ. ഇതാണ് CNC മെഷീൻ. CNC ഫുൾ ഫോം ആണ് CNC കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾ. അതായത് നമ്പർ വെച്ച് കമ്പ്യൂട്ടർ നമ്പർ വെച്ചിട്ട് നമുക്ക് മെഷീനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് വെച്ചിട്ട് മെഷീന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് CNC ന്യൂമറിക് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാണുന്ന മെഷീൻ ഇപ്പൊ വുഡ്പെക്കർ എന്നാണ്. ഈ മെഷീന്റെ പേര് വുഡ്പെക്കർ ആണോ? മെഷീന്റെ പേര് വുഡ്പെക്കർ ആക്കി. ബ്രാൻഡിന്റെ ഭാഗമായിട്ട് വുഡ്പെക്കർ ആക്കിയല്ലേ? അപ്പൊ ഈ ഒരു മെഷീനാണ്, ഈ ഒരു ടെക്നോളജിയിലാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ മരക്ക് ഡിസൈനും കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഇതിലിപ്പോ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കട്ടിങ് രണ്ടും ചെയ്യാൻ പറ്റും. ഇതിൽ ബേസിക്കലി 2 പ്രവൃത്തിയാണ് ചെയ്യാൻ പറ്റുക. നമുക്കത് കട്ടിങ് ചെയ്യാൻ പറ്റും, എൻഗ്രേവിംഗ് ചെയ്യാൻ പറ്റും. കട്ടിംഗ് എന്ന് വെച്ചാൽ നമുക്ക് സിംഗിൾ പാസിൽ കൂടെ മെറ്റീരിയലിൽ മുറിച്ച് മാറ്റുന്നതിനാണ് കട്ടിംഗ് എന്ന് പറയുന്നത്. എൻഗ്രേവിംഗ് എന്ന് പറയുന്നത് നമ്മൾ 3D ഷേപ്പ്, ആളുടെ ഫോട്ടോ അല്ലെങ്കിൽ ഫ്ലവർ, നേരത്തെ കാണിച്ച പൂക്കൾ കാണിക്കുന്നതിനാണ് എൻഗ്രേവിംഗ്. രണ്ടിനും ഡിഫറെന്റ് എൻഗ്രേവിംഗ് ടൈമും മറ്റു കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡീറ്റെയിൽസ്. ഡിസൈൻ നമ്മൾ ഈ കമ്പ്യൂട്ടറിന് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടല്ലേ? അതെ, ഈ കമ്പ്യൂട്ടറിൽ ഇപ്പൊ നമ്മൾ കാണിച്ചിരിക്കുന്ന ഈ ഇവിടെ വെച്ചിരിക്കുന്ന നേരത്തെ ഇതാണ് നമ്മുടെ ഡ്രോയിങ്. ഗണപതിയുടെ നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഗണപതിന്റെ ഈ ഫോട്ടോ കമ്പ്യൂട്ടർ ചെയ്തിട്ട് നമുക്ക് നേരെ ഈ മെഷീനിൽ ചെയ്യാൻ പറ്റുന്ന പറയുന്നത് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഡിസൈൻ നമുക്ക് ഏതെങ്കിലും ഒരു മോഡൽ തീർച്ചയായിട്ടും കാണിച്ചു തരാൻ പറ്റും. നമുക്ക് ഈ കാണുന്ന ഐറ്റത്തിനെ തന്നെ നമുക്ക് ഇതിൽ 3D ആക്കാൻ പറ്റും. സോറി, ഈ ഡിസൈനിലേക്ക് ആക്കാൻ പറ്റും. ഇത് നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഈ ഒരു മരത്തിൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകണം. ഭയങ്കര ആകാംക്ഷ ഭരിതമായി നിൽക്കുന്ന സംഭവമാണ്. വിഷ്ണുവിനും കണ്ടിട്ടുണ്ടോ? ഗ്രൂപ്പ് നെയിമിന് ചെയ്യാം. ഏത്? സുമിത്തിന്റെ യൂട്യൂബ് നെയിമിന് ചെയ്യാം. എന്റെ പേരില് അതായത് ട്രാവൽ ബിസിന്റെ നമുക്ക് ഇത് കഴിഞ്ഞ ഉടനെ നമുക്ക് അടുത്ത ഇത് കൂടെ കാണിച്ചു തരാം. ഓക്കെ ഓക്കെ, അതെ വർക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ട്രാവൽ ബിസിന് ഇതുപോലെ മരത്തില് ട്രാവൽ ബിസിന്റെ ഡിസൈൻ അടിച്ചിടാൻ വേണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കത് കണ്ടുനോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന വെച്ചാൽ ഈ കാണുന്ന ഒരു പൂക്കൾ ഡിസൈൻ ആണല്ലേ? അതെ, ഇതിനെ നമ്മള് ഈ ഫയലിലേക്ക് ആക്കി നമുക്ക് ഇതിന്റെ ഒരു പ്രിവ്യൂ ഓൾറെഡി കാണാൻ പറ്റും. ഇതാണ് എന്റെ മോഡ് വരുന്നത്. എന്നിട്ട് ഇതേ സോഫ്റ്റ്വെയർ, ഇത് NC സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ. ഈ CNC ചെയ്യാൻ വേണ്ടി സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മൾ അവിടുന്ന് കൊടുക്കുമ്പോഴേക്ക് ഇവിടെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യട്ടോ. അവിടെ കമ്പ്യൂട്ടർ നമ്മൾ സിഗ്നൽ കൊടുത്തു. അപ്പോഴത്തേക്ക് ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. കണ്ടുനോക്കാം നമുക്ക്.
CNC മെഷീനിൽ ഏകദേശം നമ്മളിപ്പം ഈ ഒരു വെയിറ്റ് ചെയ്ത് കണ്ട സംഭവം ആയിട്ടുണ്ടല്ലേ. ഇതിപ്പം അവര് ഇപ്പൊ ഏത് മരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് തേക്കിലും ഏത് മരത്തിലും വേണമെങ്കിലും. ഇതിപ്പോ ഏതാ മരം? ഇത് തേക്കാണ്. തേക്കിൽ കടഞ്ഞെടുത്ത ഡിസൈൻ, പൂക്കൾ ഡിസൈൻ. അത് നമ്മൾ ഇവിടെ കണ്ട സെയിം സാധനം വെറും ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതായി കിട്ടിയല്ലേ. അപ്പൊ ഇത് സംഭവം ഇപ്പൊ ഈ സംഭവം ഈ കാണുന്ന ഈ ഒരു മുനയ്ക്കുന്ന സംഭവം ഡീറ്റെയിൽസ് പറഞ്ഞാൽ അതിന്റെ ടൂളിംഗ് ആണ്. അത് ബേസിക്കലി ആ ടൂള് റൊട്ടേറ്റിംഗ് മൂവ്മെന്റ്സിൽ വന്ന് നമ്മളുടെ മെറ്റീരിയലിന്റെ മുകളിൽ തട്ടുന്ന സമയത്ത് അത് മെഷീൻ ചിപ്പായി പോവാണ്, മെഷീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മെഷീനിങ് ആണ് നമുക്ക് ഡിസൈൻ ആയിട്ട് അതിൽ കാണപ്പെടുന്നത്. ഇത്ര ചെറിയ മരത്തിലാണെങ്കിലും എത്ര വലിയ മരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും? ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ 4 അടിക്ക് 12 അടി വരെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ കിടത്തുന്ന സെറ്റപ്പാണ് ഈ കാണുന്ന പ്ലേറ്റും കാര്യങ്ങളല്ലേ. ഓക്കെ ഓക്കെ. ബേസിക്കലി ഇതിൽ നടക്കുന്നത് സബ്ട്രാക്റ്റീവ് മെഷീനിങ് ആണ് നടക്കുന്നത്. മെറ്റീരിയൽ നിൽക്കും, മെറ്റീരിയലിനെ സബ്ട്രാക്ട് ചെയ്ത് മെഷീൻ ചെയ്ത് കളയും. അപ്പൊ നമുക്ക് വേണ്ട മെറ്റീരിയൽ മാത്രം അവിടെ നിർത്തും, ബാക്കിയുള്ളതിന് സബ്ട്രാക്ട് ചെയ്ത് കളയും. സബ്ട്രാക്റ്റീവ്. അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ അല്ലേ, ടെക്നിക്കൽ പ്രോസസിങ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതമായി പോയിട്ടാ. ഈ ഒരു സംഭവം ഒരു സെക്കൻഡ്, ഒരു 15 സെക്കൻഡ് അത്രയൊന്നുമില്ല. ടൈം ലാപ്സ് കാണുമ്പോൾ ഒരു 15 സെക്കൻഡ് ആക്ച്വൽ മെഷീനിങ് ടൈം 2 മിനിറ്റും 48 സെക്കൻഡും കൊണ്ട് നമുക്ക് ഈ തേക്കിന്റെ മരത്തിൽ കടഞ്ഞിരുത്തിരിക്കുകയാണ്. അടുത്ത നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അടുത്തത് നമുക്ക് നെയിം ബോർഡ് ചെയ്യാം. കാണിച്ചു കൊടുക്കാം. അപ്പൊ അതിന് കുറച്ച് മോഡൽസ് കാണിച്ചു നിങ്ങൾക്ക്. ഇതൊക്കെ ഇവിടെ ചെയ്താൽ ഇത് നമ്മളുടെ നെയിം ബോർഡ് മരത്തിൽ കൊത്തിയെടുത്തിരിക്കുന്നത്. പുതിയ വീടിന്റെ മുമ്പിലൊക്കെ നമ്മൾ വെക്കുന്ന ഷാനി നിവാസ് പുതിയ വീട്ടിൽ കൂടുതൽ സമയത്തല്ലേ? തീർച്ചയായിട്ടും. ഇതേത് മരം? ഇത് തേക്കിൽ കടഞ്ഞെടുത്ത വീട്ടിന്റെ മുമ്പിലെ കട. അതൊക്കെ വേണമെങ്കിൽ എപ്പോഴാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുക? നമ്മൾ പാലക്കാട് മാത്രമല്ല, പാലക്കാടില്ല, നമുക്ക് ആവശ്യക്കാര് അമേരിക്കയിലാണെങ്കിൽ കൂടെ ചെയ്ത് കൊടുക്കാം. എവിടെയാണെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു കൊറിയർ അയച്ചാൽ പോലും അത്രേ ഉള്ളൂ, ചെറിയ വെയിറ്റിലുള്ളൂ. അപ്പൊ ഈ മോഡൽ ഡിസൈനുകൾ, മരത്തിൽ ചെയ്ത ഡിസൈൻ ലോകത്ത് എവിടെ അയച്ചാലാണ് നമ്മുടെ ഘോഷ് പ്രോ പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ട്രാവൽ ബിസിന്റെ അതും കൂടി ഉണ്ടാക്കാം. ഓക്കെ. അപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് നമ്മൾ എൻഗ്രേവ് വേണ്ടി പോകുന്നത് നമ്മുടെ ഘോഷ് പ്രോ. നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ പേര് ട്രാവൽ ബിസ് ബൈ സുമിത്ത് എന്നുള്ളത് നമ്മള് എൻഗ്രേവ് ചെയ്യാൻ പോകുന്നത്. ഈ മരത്തിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതെ, ഈ മരത്തിൽ നമ്മൾ CNC എൻഗ്രേവ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് ഫ്രം ദ സ്റ്റോപ്പ് പോയിന്റ് കൈ കൊണ്ട് തൊടുന്നുണ്ടാവില്ല, ഫുള്ളി നമ്മുടെ കമ്പ്യൂട്ടർ ന്യൂമറിക് കൺട്രോൾഡ് ആയിട്ട് നമുക്ക് വേണ്ടിയിട്ട് റോബോട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ മെഷീൻ, ഈ നമ്മുടെ വുഡ്പെക്കറിന്റെ ഈ ഒരു CNC കട്ടിംഗ് മെഷീനിൽ നമ്മുടെ ചാനലിന്റെ പേര് ഇതിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന നമുക്ക് കണ്ടോ കേട്ടോ. അപ്പോൾ ട്രാവൽ വിസിന്റെ ഒരു അടിപൊളി ബോർഡ് നമ്മളെ ഘോഷ് നമുക്ക് ചെയ്തതിനുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അയ്യോ മോനെ നമ്മളെ ചാനലിന്റെ പേരിട്ടാ പ്രിന്റ് അടിച്ചിട്ട് വിഷു സംഭവം പൊളിയിട്ടുണ്ടല്ലേ. പെർഫെക്റ്റ് ഓക്കെ നമ്മളെ ചാനലിന്റെ പേരടിച്ചു തന്നിട്ടുണ്ട്. ഇത് സംഭവം സൂപ്പർ ആയിട്ട് കേട്ടോ. ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. വളരെ താങ്ക് യു. പ്രൊമോഷൻ തീർച്ചയായിട്ടും ആയിക്കോട്ടെ. ഇതുപോലുള്ള അടിപൊളി നമ്മളെ ചാനലിന്റെ ഇതുപോലെ എന്ത് സാധനം വേണമെങ്കിലും ഘോഷ് നമ്പർ ഞാൻ വാട്സാപ്പിൽ കൊടുക്കാം. ഇന്ത്യയിൽ എവിടെ കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതുപോലെ നമ്മൾ അടിപൊളി എന്താ നമുക്ക് ഒരു കൂടെ വിവരിച്ചു കൊടുത്ത നമ്മുടെ എൻഗ്രേവിംഗ് അല്ല, CNC എൻഗ്രേവിംഗ് ആണ്. മൾട്ടിവുഡില് നമ്മുടെ സുജിത് ബ്രോയുടെ ട്രാവൽ ബിസ് എന്നുള്ളതിന്റെ ഒരു എൻഗ്രേവിംഗ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സുമിത് ഫോർ വിസിറ്റിംഗ് വുഡ്പെക്കർ. ഓക്കെ, അപ്പൊ നമ്മുടെ വുഡ്പെക്കറിൽ ഒരുപാട് ഐറ്റംസ് കണ്ടുകഴിഞ്ഞ വിഷ്ണു. അപ്പോ നമ്മുടെ ഈ സാധനം നമ്മൾ കണ്ണൂരേക്ക് പാർസലാക്കി കൊണ്ടുപോകേണ്ടി വരും. ഫസ്റ്റ് കൊറിയർ തന്നെ ഫസ്റ്റ് കൊറിയർ നമുക്ക് ഇവിടെ ആയിക്കോട്ടെ. അപ്പൊ കൊറിയർ സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് കണ്ട ഇതൊക്കെയാണെങ്കിൽ മെറ്റല് ചെയ്തട്ടാ. ഇത് ഇവിടെ ചെയ്താണോ? ഇത് എനിക്ക് എറണാകുളത്തെ മേക്കർ എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് ഉണ്ട്, അവിടെ നിന്ന് ചെയ്തിട്ടില്ല. ചെയ്താണല്ലേ. അപ്പൊ അതുപോലെ നമ്മൾ വേറൊരു സംഭവം കണ്ടിട്ടുണ്ട്, ഒരുപാട് പേരും കാര്യം. ഇതൊക്കെ കാണാമെങ്കിൽ
ഡിസൈൻ ഉള്ളത് ഇങ്ങനെ മെറ്റൽ കട്ടിങ് നമുക്ക് പല മെറ്റൽ കട്ടിങ് പ്ലാസ്റ്റിക് കട്ടിങ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം നമ്മൾ പുതിയൊരു വീട് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഇതുപോലെ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ ഘോഷ്പൂർ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ പുള്ളിക്കാരുടെ നമ്പറും അതുപോലെ ലൊക്കേഷൻ നമ്മുടെ ഷോപ്പിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അടിപൊളി വെറൈറ്റി വീഡിയോസ് നമ്മൾ തീർച്ചയായും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് വിചാരിക്കുന്നു. പുതിയ വീടൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് എന്തായാലും വളരെ പെട്ടെന്നൊക്കെ വീട് ഇപ്പോൾ ഈ കൊറോണയ്ക്ക് ശേഷം ഈ പാൻഡമിക്കിൻ്റെ സമയത്തൊക്കെ വീട് പണിക്ക് പെൻഡിങ് ഇടുന്ന ആൾക്കാർക്കൊക്കെ വളരെ തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ ഘോഷ്പൂർ നമ്പറും അതായത് ഫുൾ കാര്യങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്നത് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.